23,790 നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ 24,000 ഭാഗത്തേക്ക് നിഫ്റ്റി എത്താനുള്ള ചാൻസ് വളരെയധികം മാർക്കറ്റിൽ കൂടുതലാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക് കോച്ച് ചാർട്ടിംഗ് 5 പൈസ പവേർഡ് ബൈ മല്ലോ മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ മാർക്കറ്റ് ഇപ്പോ ഒരു എന്തുവാണ് ഒരു മൊമെന്റേറിയൻ ആക്ഷൻ ഒക്കെ കാണിച്ച് തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഇന്ന് ലെവൽ ട്രേഡിംഗ് പ്രകാരം മിഡ് ക്യാപ്പ് നിഫ്റ്റി ബുള്ളിഷ് റെഫറൻസ് കട്ട് ചെയ്ത് ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റിന് അടുപ്പിച്ച് വരെ പോയ ദിവസമായിരുന്നു മാർക്കറ്റില്. ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ബുള്ളിഷ് റെഫറൻസും കട്ട് ചെയ്തിട്ടില്ല, ബെയറിഷ് റെഫറൻസും കട്ട് ചെയ്തിട്ടില്ല. അവിടെ നിന്ന് തിരിച്ച് റിവേഴ്സ് ചെയ്ത് പോയ കാൻഡിലായിരുന്നു. നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി POCക്ക് കട്ട് ചെയ്ത് താഴേക്ക് വന്നു, റിജക്ഷൻ വന്ന് തിരിച്ച് കയറി, ബുള്ളിഷ് റെഫറൻസ് കട്ട് ചെയ്ത് ഫസ്റ്റ് ടാർഗറ്റ് ഓൾമോസ്റ്റ് സെക്കൻഡ് ടാർഗറ്റും കിട്ടിയൊരു ട്രേഡബിൾ ആക്ഷൻ നടന്നൊരു ഡേ ടൈപ്പ് ആയിരുന്നു. നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും. നമ്മുടെ നിഫ്റ്റിയുടെ ഡേ ടൈപ്പ്, മിഡ് ക്യാപ്പിന്റെ ഡേ ടൈപ്പ് പ്രകാരം പറയുകയാണെങ്കിൽ ഒരു പുവർ ലോ മിഡ് ക്യാപ്പ് വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് നമ്മുടെ കാൻഡിൽസ്റ്റിക് സ്ട്രക്ചറിന് ഒന്ന് മാറ്റി വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മുടെ IBയുടെ ലോ എന്ന് പറഞ്ഞാൽ 14,033.50 സ്പോട്ട് ലോ വന്നിരിക്കുന്ന 14,040. അത് ഏകദേശം അടുപ്പിച്ചാണ് ഒരു പുവർ ലോ എന്ന് ഫ്യൂച്ചറിൽ വന്നിട്ടുണ്ട്. നമുക്ക് സ്പോട്ടിൽ പുവർ ലോ ഇല്ല, പകരം ഒരു നോർമൽ വേരിയേഷൻ അപ്പ് ഡേ ആയിട്ടാണ് മിഡ് ക്യാപ്പ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. POC ലാസ്റ്റ് മിനിറ്റിൽ മുകളിലോട്ട് കയറിയിട്ടുണ്ട്. ഈ ഒരു റേഞ്ച് നമ്മുടെ ഈ ചൊവ്വാഴ്ച വന്ന ഡൗൺവേർഡ് ട്രെൻഡിന്റെ ആ ഒരു ലെവലിന്റെ മുകളിൽ നിൽക്കാതെ ഇങ്ങനെ കിടന്ന് കളിക്കുകയാണ്. ഞാൻ പ്രത്യേകിച്ച് മിഡ് ക്യാപ്പ് നിഫ്റ്റി എടുത്തതൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഞാൻ ഇവിടെ ഒരു ഷോർട്ട് പൊസിഷനെ കുറിച്ച് തിങ്ക് ചെയ്യുന്നില്ല, പകരം അപ്സൈഡിലേക്ക് മാർക്കറ്റ് പോവാണ്. 14,400 ഭാഗത്ത് വരെയാണെങ്കിൽ ഒരു ഷോർട്ട് പൊസിഷനെ കുറിച്ച് തിങ്ക് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. മിഡ് ക്യാപ്പിൽ ഷോർട്ട് പൊസിഷൻ ഇപ്പോഴും ആക്റ്റീവ് ആയിട്ടില്ല. ഒരു നോർമൽ വേരിയേഷൻ അപ്ഡേറ്റ് ആയിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ POC വന്നിരിക്കുന്ന 14,192 14,198 ഭാഗത്തേക്കാണ് ആ POC വന്നിരിക്കുന്നത്. ഞാൻ അപ്പം മിഡ് ക്യാപ്പിന്റെ ആ POC മാറ്റി വെക്കാം. 14,190 14,198 ഭാഗത്തേക്ക് ആ POC ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ബെയറിഷ് റെഫറൻസ് പറയുമ്പോൾ ഞാൻ ഇനി സെല്ലിംഗ് എടുക്കുന്നത് 14,066 താഴെ മാത്രമേ ഒരു സെല്ലിംഗ് എടുക്കുള്ളൂ. അതാണ് എന്റെ ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ 14,066 ഇന്നത്തെ ലോവർ ലെവലിന്റെ ആ വാല്യൂരിയ ലോയാണ്. 14,066 താഴെ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കും. അത് ഫസ്റ്റ് ടാർഗറ്റ് ഞാൻ ചിന്തിക്കുന്നത് 14,011 ഭാഗത്തേക്ക്. എത്രയാണ്? 14,011 ഭാഗത്തേക്ക് ഫസ്റ്റ് ടാർഗറ്റ് ഞാൻ വരുന്നുണ്ട്. സെക്കൻഡ് ടാർഗറ്റ് 13,960 13,960 ഭാഗത്തേക്കും. തേർഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 13,900 എന്ന് പറഞ്ഞ ആ ഒരു നമ്പറിന്റെ ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതാണ് എനിക്ക് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയാനുള്ള ഡൗൺവേർഡ് റെഫറൻസ് ലെവലുകൾ. ഇനി അപ്വേർഡ് റെഫറൻസ് ലെവലിന് കുറച്ച് മാറ്റമുണ്ട്. ഇനി ഞാൻ ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു 14,310 എത്രയും 14,310 13,140 അല്ല 14,310 മുകളിൽ മാത്രമേ ഒരു ബൈ ഉള്ളൂ. അത് ഫസ്റ്റ് ഇതാണ് 14,365 എന്ന് പറഞ്ഞാൽ 14,365 ഏത് ദിവസത്തെയാണ്? ഈ വന്ന തിങ്കളാഴ്ചയുടെ POCയുടെ ഭാഗത്തേക്ക് പോകാം. ഫസ്റ്റ് ആകെ എന്ന് പറഞ്ഞാൽ 14,365 ഭാഗത്തേക്ക് പോവാം. സെക്കൻഡ് ഞാൻ പറഞ്ഞു 14,400 എന്ന് പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. ആ ഭാഗത്തൊരു സെല്ലിംഗ് പ്രഷർ ഇപ്പോഴും മിഡ് ക്യാപ്പിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 14,469 എത്രയാണ്? 14,469 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ഇതാണ് എനിക്ക് എന്താണ് നിഫ്റ്റി മിഡ് ക്യാപ്പിനെ കുറിച്ച് പറയാനുള്ള റെഫറൻസ് ലെവല്. സോ 14,400 ഭാഗം കട്ട് ചെയ്യണമെങ്കിൽ മാത്രമേ ഒരു സ്ട്രോങ് മൂവ്മെന്റ് മുകളിലോട്ട് വരുള്ളൂ. ഇല്ല എങ്കിൽ ആ ഭാഗത്തൊരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യാനുള്ള ചാൻസ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് കൂടുതലാണ്. അതൊരു സെല്ലിംഗ് പ്രഷർ താഴേക്ക് കൊണ്ടുവരാനുള്ള ചാൻസ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് കൂടുതലാണ്. സോ 14,310 മുകളിൽ സസ്റ്റെയിൻ നിൽക്കുന്നെങ്കിൽ മാർക്കറ്റ് കയറാനുള്ള ചാൻസ് കൂടുതലാണ്. അത് ഓർത്ത് വെച്ചേക്കുക. ഇന്നത്തെ വാല്യൂരിയ ലോ പൊട്ടയാണെങ്കിൽ മാർക്കറ്റിൽ സെല്ലിംഗ് പ്രഷർ വീണ്ടും വരാം. അത് പക്ഷേ മാക്സിമം പോയ 13,960 ഭാഗത്തേക്ക് വരുള്ളൂ. ഞാൻ ഇപ്പോഴും ഷോർട്ട് പൊസിഷനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ഡിപ്പിൽ 13,900 ഭാഗത്തേക്ക് കിട്ടുമ്പോൾ ഒരു ബൈയെ കുറിച്ച് ഞാൻ ഇപ്പോഴും കൃത്യമായി ചിന്തിക്കുന്നുണ്ട്. കൃത്യമായ ലെവലിൽ മാർക്ക് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റി റെഫറൻസ് ലെവൽ. ഇപ്പൊ നമ്മൾ ആദ്യം ഇതൊന്ന് സേവ് ചെയ്യാം. എന്നിട്ട് നമുക്ക്
ബാങ്ക് നിഫ്റ്റിയുടെ റെഫറൻസ് പറയുമ്പോൾ ബാങ്ക് നിഫ്റ്റി ഒരു പക്ക ഒരു ന്യൂട്രൽ എക്സ്ട്രീം അപ്പായ ദിവസമാണ് ബാങ്ക് നിഫ്റ്റി. നമ്മുടെ റെഫറൻസ് ലെവലിലെ ട്രേഡ് പ്രകാരം നമുക്ക് ഫസ്റ്റ് ഒന്ന് ട്രേഡബിൾ ആക്ഷൻസ് ഒന്നും ബാങ്ക് നിഫ്റ്റിയിൽ വന്നോന്ന് വെച്ചാൽ വന്നിട്ടില്ല. നമ്മുടെ IBയുടെ ഇതായിരുന്നു നമ്മൾ IBയുടെ ലോ കട്ട് ചെയ്ത് ഓൾമോസ്റ്റ് അരമണിക്കൂർ ഏകദേശം IB ലോ ഇവിടെ ആയിരുന്നു വന്നത്. അത് കട്ട് ചെയ്ത് നമുക്ക് 5, 10, 15, 20 ഓൾമോസ്റ്റ് അരമണിക്കൂർ കൂടുന്നതുകൊണ്ട് ഫെയിൽ ഓപ്ഷൻ വന്നിട്ടില്ല. ഒരു ഓപ്ഷൻ ഫെയിലിയർ വന്ന് ന്യൂട്രൽ എക്സ്ട്രീം അപ്പായിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. POC എക്സാക്ട്ലി വൈകിട്ടായപ്പോഴേക്ക് തിരിച്ച് എങ്ങോട്ട് വന്ന് POC തിരിച്ച് നേരെ നമ്മുടെ മോളിലോട്ട് എമർജ് ചെയ്ത് POCയുടെ ഭാഗത്തൊക്കെ തന്നെ മാർക്കറ്റ് ക്ലോസ് ചെയ്തു. സെൻസെക്സിന് എക്സ്പയർ പ്ലേ വൃത്തിയെ നടന്നു. സോ 54,239 ഭാഗത്തേക്കാണ് POC. 54,239 ഭാഗത്തേക്ക് ഞാൻ ആ POC ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി 54,450 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. 54,450 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കാം. അപ്പോൾ റെഫറൻസിൽ ഇപ്പോഴും ഒരു മാറ്റമില്ല. ഫസ്റ്റ് ടാർഗറ്റ് 54,600, സെക്കൻഡ് ടാർഗറ്റ് 54,810, തേർഡ് ടാർഗറ്റ് 54,985. ഇപ്പോഴും അതേ ടാർഗറ്റ് തന്നെ ഉള്ളത്. ഇനി എനിക്ക് നോക്കേണ്ടത് സെല്ലിങ് 53,653 താഴെ ഞാൻ സെല്ലിങ് എടുക്കും. 53,653 താഴെ ഞാനൊരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കും. സോ ഫസ്റ്റ് ടാർഗറ്റ് 53,500 ഭാഗത്തേക്ക്, ആ ഒരു ഇമ്പോർട്ടന്റ് ഭാഗമുണ്ട്. 53,500 എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് 53,200 എത്രയാണ്? 53,338, 53,338 ഭാഗത്തേക്ക് വരാനും. തേർഡ് 53,000 ഭാഗത്ത് 53,100 ആ ഒരു ഭാഗം സപ്പോർട്ട് ഇപ്പോഴും ഉണ്ട്. 53,100 ഭാഗത്തേക്ക് വരാം. സോ 53,653 പൊട്ടുകയാണെങ്കിൽ മാത്രമേ ഞാൻ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ഈ സെല്ലിങ് താഴേക്ക് ഇറങ്ങി 53,500, 53,338, 53,100 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. സോ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 54,454 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഈ ഒരു POCയുടെ ഭാഗത്തേക്ക് ഒരു മെയിൻ റിവേഴ്സൽ റിസൾട്ട് പോസിബിൾ ആണ്. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 55,000 ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. ഇപ്പൊ കൃത്യമായിട്ട് ലെവൽ മാർക്കറ്റ് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഇനി നിഫ്റ്റി ഇന്നലെ ഈ കഴിഞ്ഞു പോയ ചൊവ്വാഴ്ചത്തെ ഹൈഡ ബോളിലത്തെ ഒരു പെർഫെക്റ്റ്ലി റിജക്ഷൻ വന്ന് താഴേക്ക് ഇറങ്ങി ക്ലോസ് ചെയ്താണ്. സോ ഈ ട്യൂസ്ഡേയുടെ സെല്ലർ ഇപ്പോഴും കിടപ്പുണ്ട്. ഇനി ഒരു ബൈ എന്ന് പറഞ്ഞാൽ 23,790 മുകളിൽ മാത്രമേ നിഫ്റ്റിയിൽ ഞാൻ ഒരു ബൈയെ കുറിച്ച് എത്രയാണ് 23,790 മുകളിൽ മാത്രമേ ഞാൻ നിഫ്റ്റിയിൽ ഒരു ബൈയെ കുറിച്ച് എത്രയാണ് ചിന്തിക്കുന്നുള്ളൂ. 23,790 മുകളിൽ നിൽക്കുക. 23,790 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കാം. ഫസ്റ്റ് ടാർഗറ്റ് 23,845 ഭാഗത്തേക്ക് വരും. സെക്കൻഡ് ടാർഗറ്റ് 23,911 എത്രയാണ് 23,911 ഭാഗത്തേക്ക് വരാം. തേർഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 23,959 എത്രയാണ് 23,959. 23,959 ഭാഗം 23,959. R3 എന്ന് പറയുമ്പം 23,959 ഭാഗത്തേക്ക് 23,959 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതാണ് എനിക്ക് നിഫ്റ്റിയെ കുറിച്ച് പറയാനുള്ള ഒരു അപ്വേർഡ് റെഫറൻസ് ലെവല്. നമ്മുടെ POC വന്നേക്കുന്നത് 23,704 ഭാഗത്തേക്ക് ഞാൻ ആ POC കൊണ്ടുവന്നു മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ ഇനി സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ 23,524, 23,524 താഴെ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കാം. അത് ഫസ്റ്റ് ടാർഗറ്റ് 23,470 എത്ര 23,470 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് 23,400 ഭാഗത്തേക്ക് വരാനും. തേർഡ് ടാർഗറ്റ് 23,335, 23,335 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതിനൊക്കെ താഴേക്ക് പറയാനുള്ള റെഫറൻസ് ലെവൽ കൃത്യമായിട്ട് വരുന്നത്. സോ ഇതും കൃത്യമായിട്ട് വെച്ചേക്കുക. ഇനി നമുക്ക് ഇന്നത്തെ ഒരു ഓപ്പൺ ടൈപ്പും ഡേ ടൈപ്പും. നിഫ്റ്റി ഒരു ഓപ്പൺ ഓപ്ഷനായിട്ട് വന്നത് മാർക്കറ്റ് ന്യൂട്രൽ ഫീൽഡ് ഓപ്ഷൻ വന്നൊരു ട്രെൻഡ് ചേഞ്ച് വന്നു. അപ്പൊ ഇന്നത്തെ ലോയ്ക്ക് താഴെ മാത്രമേ ഇനി ഒരു ഫ്രഷ് സെല്ലിംഗ് മാർക്കറ്റിലേക്ക് വരുള്ളൂ. ഇന്നത്തെ ലോയുടെ ഭാഗത്തേക്ക് മാർക്കറ്റ് പറയുകയാണെങ്കിൽ ഒരു ബൈയിങ് മൂവ്മെന്റിനെ വീണ്ടും ആക്റ്റീവ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അത് പൊട്ടി സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ ഒരു ഹെവി സെല്ലിംഗിലേക്ക് നിഫ്റ്റിയുടെ
മാർക്കറ്റ് പോവുള്ളൂ. ഇന്നൊരു ന്യൂട്രൽ എക്സ്ട്രീം അപ്പ് ഫെയിൽഡ് ഓപ്ഷൻ തന്നൊരു ദിവസമായിരുന്നു. മാർക്കറ്റ് ഓൾമോസ്റ്റ് നമ്മുടെ ടാർഗറ്റ് ഹിറ്റായ ദിവസം കൂടെ ആയിരുന്നു വന്നത്. സോ നിഫ്റ്റി ഒരു ഓപ്പൺ ഓപ്ഷൻ ആണ്, ന്യൂട്രൽ എക്സ്ട്രീം അപ്പ് ആയിട്ടുള്ള ഡേ ടൈപ്പ് ആണത്. ബാങ്ക് നിഫ്റ്റി ഒരു ഓപ്പൺ ഓപ്ഷൻ ആയിരുന്നു, ന്യൂട്രൽ എക്സ്ട്രീം അപ്പ് ആയിട്ടുള്ള ദിവസമാണ്. ഓപ്ഷൻ ഫെയിലിയർ വന്നു, ഫെയിൽഡ് ഓപ്ഷൻ അല്ല, ഓപ്ഷൻ ഫെയിലിയർ വന്ന ഒരു ദിവസം കൂടെ മാർക്കറ്റ് വന്നത്. കൃത്യമായി ഓർത്തോളൂ, ഇന്നത്തെ ലോവർ ലെവലിലെ ഭാഗത്ത് സ്റ്റിൽ 53,165 200 ഭാഗത്ത് ബാങ്ക് നിഫ്റ്റിയിലെ ഡിമാൻഡ് ഇപ്പോഴും കാണുന്നുണ്ട്. 55,600 55,500 ഭാഗത്ത് സെല്ലിംഗ് ഇപ്പോഴും ബാങ്ക് നിഫ്റ്റി കാണുന്നുണ്ട്. 24,000 ഭാഗത്ത് ബാങ്ക് 23,790 ബാങ്ക് നിഫ്റ്റി കട്ട് ചെയ്യണമെങ്കിൽ 24,000 മുകളിൽ ആ 24,000 ഭാഗത്തേക്ക് നിഫ്റ്റി എത്താനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 23,790 നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ 24,000 ഭാഗത്തേക്ക് നിഫ്റ്റി എത്താനുള്ള ചാൻസ് വളരെയധികം മാർക്കറ്റിൽ കൂടുതലാണ്. ഇനി നമുക്ക് മിഡ് ക്യാപ്പിനെ കുറിച്ച് പറഞ്ഞാൽ 14,400 ഒരു ഓപ്പൺ ഓപ്ഷൻ നോർമൽ വേരിയേഷൻ അപ്ഡേയാണ്. ബി ORR അപ്പായിരുന്നു, അത് തിരിച്ച് റിവേഴ്സ് ചെയ്ത് ഒരു ORR അപ്പൊക്കെ വന്നാണ് OR വന്നത്. ഓപ്പൺ ഓപ്ഷൻ ഒരു നോർമൽ വേരിയേഷൻ അപ്ഡേ ആണ്. 14,400 ഭാഗത്ത് എത്തുമ്പോൾ മിഡ് ക്യാപ്പിൽ സൂക്ഷിക്കുക, അവിടെ ഒരു സെല്ലിംഗ് പ്രഷർ ഇപ്പോഴും കിടപ്പുണ്ട്. 39 ഭാഗത്ത് മിഡ് ക്യാപിറ്റൽ ബൈയിങ്ങും ഇപ്പോഴും ഞാൻ കാണുന്നുണ്ട്. സോ ഇവർ കൃത്യമായി എല്ലാ ലെവൽസും കൃത്യമായി മാർക്കറ്റ് ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ വരാൻ പോകുന്ന മെയ് എൻഡിൽ നമ്മുടെ മെന്ററിംഗിന്റെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു, വിവരം ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇനി ആകെപ്പാടെ 3 സീറ്റ്സേ വേക്കൻ്റ് ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ കൂടെ ലൈവായിട്ട് ഇരുന്ന് ട്രേഡ് ചെയ്ത് സിസ്റ്റം പഠിച്ച് സ്ട്രാറ്റജീസ്, മാർക്കറ്റ് പ്രൊഫൈൽ, ഓർഡർ ഫ്ലോ സിസ്റ്റംസ് ആൻഡ് സ്ട്രാറ്റജീസ് എല്ലാം പഠിച്ച് ലൈവായിട്ട് ട്രേഡ് ചെയ്യണം. അങ്ങനെയുള്ള ഓപ്ഷൻ ടേബിളിനെ കുറിച്ച് പഠിക്കണം, MCX ട്രേഡ് ചെയ്യാൻ പഠിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയണമെങ്കിൽ തമ്പനയിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. ഹാപ്പി ട്രേഡിംഗ്, ഹാപ്പി ഡേ ടു ഓൾ മൈ ട്രേഡിംഗ് ഫ്രണ്ട്സ്.